നമ്മളെ ഇന്ത്യക്കാർക്ക് എത്ര തരം പാസ്പോർട്ടുകളുണ്ട് നിങ്ങൾക്ക് അറിയോ? സാധാരണ 90% ആൾക്കാർക്ക് ഒന്നോ രണ്ടോ പാസ്പോർട്ടിനെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾ അറിയുന്ന കാര്യം തന്നെയാണ് ഒന്നുകൂടി നമ്മൾ പറയാം. ഒരു ട്രാവൽ എക്സ്പെർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പാസ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ബ്ലൂ കളറിലുള്ള നേവി ബ്ലൂ കളറിലുള്ള പാസ്പോർട്ട്, ഇതാണ് ഓർഡിനറി പാസ്പോർട്ട്. ഇത് ടൈപ്പ് പി എന്ന് പറയും. അതായത് പേഴ്സണൽ, നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക്, നമ്മുടെ ഹോളിഡേയ്സ്, ട്രാവൽസ്, അങ്ങനത്തെ ട്രാവലിംഗ് അങ്ങനത്തെ സംഭവങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാസ്പോർട്ടാണ് ഈ പാസ്പോർട്ട്. ഇനി 3 തരത്തിലുള്ള പാസ്പോർട്ട് വേറെയുണ്ട്. അതെന്താണെന്നല്ലേ നമുക്കൊന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ പാസ്പോർട്ട്, അതായത് ഒഫീഷ്യൽ പാസ്പോർട്ടാണ്. അത് ടൈപ്പ് എസ് എന്നാണ് അതിന് പറയാം. അത് സർവീസസ് എന്ന് പറഞ്ഞാൽ സർവീസ്, അത് നമ്മുടെ IAS, IPS, അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർ ഈ ഒഫീഷ്യൽ ആവശ്യത്തിന് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാസ്പോർട്ടാണ് ഈ വൈറ്റ് പാസ്പോർട്ട്. ഇത് ചില രാജ്യങ്ങൾ അവർക്ക് ആ രാജ്യങ്ങൾ ഇവർക്ക് വിസ ഫ്രീ ആയിട്ട് അനുവദിക്കുകയും ചെയ്യും ഈ വൈറ്റ് പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നവർക്ക്. ഇതെന്താണ് അതിന്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ, ഇത് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ഈ പാസ്പോർട്ട്, വൈറ്റ് പാസ്പോർട്ട്. അത് പേഴ്സണൽ ട്രിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിന് ഈ വൈറ്റ് പാസ്പോർട്ട് ഉപയോഗിക്കാൻ പാടില്ല. 5 വർഷമാണ് അതിന്റെ കാലാവധി. അത് കാര്യം നമ്മളിപ്പോ ഒരു ഒഫീഷ്യൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. ഇതാണ് വൈറ്റ് പാസ്പോർട്ട് എന്നുള്ളത്. ഇനി അടുത്തത് മൂന്നാമത്തെ പാസ്പോർട്ടാണ്. മൂന്നാമത്തെ പാസ്പോർട്ട് എന്ന് പറയുന്നതാണ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്. മെറൂൺ കളറിലുള്ള പാസ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന് ഡി എന്നാണ് പറയുക. ഇത് ഡി ടൈപ്പ് പാസ്പോർട്ട് എന്ന് പറയുന്നത്, ഡി ഫോർ ഡിപ്ലോമാറ്റ്. ഇത് നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാവില്ലേ, അംബാസഡർ, പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ഹൈ കമ്മീഷണർ, സീനിയർ IFS ഓഫീസർമാർ, സുപ്രീം കോടതി ജഡ്ജി ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഉള്ളതാണ് ഈ മറ്റേ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ, ഒരു രാജ്യങ്ങളിലും ഇതിന് വിസ ആവശ്യമില്ല ഈ മെറൂൺ പാസ്പോർട്ട് ആണെങ്കിൽ. അപ്പോ അവർക്ക് അവരുടെ ഡിപ്ലോമാറ്റിക്കിന്റെ ഒരു പരിരക്ഷ കിട്ടും. ഏത് VIP ഒരു പരിഗണന ഏത് രാജ്യത്തും ഈ പാസ്പോർട്ടുള്ളവർക്ക് കിട്ടും. ഇതാണ് മെറൂൺ പാസ്പോർട്ട്. പിന്നെ ഉള്ളത് നാലാമത്തെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഓറഞ്ച് പാസ്പോർട്ടാണ്. അതിപ്പോ റീസെന്റ്, അതായത് 2018 ഈ പാസ്പോർട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ മറ്റേ ഈ എമിഗ്രേഷൻ ക്ലിയറൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പണ്ട് ചവിട്ടിക്കയറ്റം എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നില്ലേ, അത് ECNR, എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ്, ECR, എമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ്. ഇപ്പൊ ECR ഉള്ള പാസ്പോർട്ടിന് വേണ്ടിയിട്ട്, അതായത് 10ാം ക്ലാസ് പാസ്സാവാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവരുടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 2018 തുടങ്ങിയ പാസ്പോർട്ടാണ് ഈ ഓറഞ്ച് പാസ്പോർട്ട് എന്നുള്ളത്. ഇത് ഗൾഫ് കൺട്രീസ്, പിന്നെ കുറച്ച് യൂറോപ്യൻ കൺട്രീസ്, അങ്ങനെ പോകുന്ന സ്ഥലങ്ങൾക്കൊക്കെ എമിഗ്രേഷൻ ക്ലിയറൻസ് വേണം. അപ്പൊ അത് പെട്ടെന്ന് ഇവർ പറ്റിക്കപ്പെടാതിരിക്കാൻ കൂടിയാണ് ഈ പാസ്പോർട്ട് ഓറഞ്ച് കളറിലുള്ള പാസ്പോർട്ട് ആക്കിയിരിക്കുന്നത്. ഇങ്ങനെ 4 തരത്തിലുള്ള പാസ്പോർട്ടാണ് നോർമലായിട്ട് ഒരു ഇന്ത്യൻ പൗരന്, മീൻസ് ഇന്ത്യ രാജ്യത്തുള്ള പാസ്പോർട്ട്. പിന്നെ